എല്ലാ ജീവജാലങ്ങളെയും അവരുടെ ആരോഗ്യകരമായ ജീവിതം തുടരാൻ സഹായിക്കുന്ന പ്രധാന ഉറവിടമാണ് ഭക്ഷണം. ഭക്ഷണത്തിന്റെ നിലനിൽപ്പിന് പ്രപഞ്ചത്തിലെ ജീവജാലങ്ങളുടെ സൃഷ്ടിയോളം പഴക്കമുണ്ട്. ഡയറ്റ് എന്ന വാക്ക് ലാറ്റിൻ വാക്കിൽ നിന്നാണ് എടുത്തത്. ഡയറ്റ എന്നാൽ ഒരു ജീവിതരീതി എന്നാണ് അർത്ഥമാക്കുന്നത്. സാങ്കേതികമായി ഭക്ഷണക്രമം എന്നത് വ്യത്യസ്ത അനുപാതത്തിലുള്ള നിരവധി ഭക്ഷണങ്ങളുടെ മിശ്രിതമാണ്. അത് ഒരാളുടെ സൗകര്യത്തിനും ആചാരത്തിനും അനുസരിച്ച് ഒരു നിശ്ചിത മണിക്കൂറിൽ കഴിക്കുന്നു. ഈജിപ്ത്, ബാബിലോൺ, ചൈന, ഇന്ത്യ തുടങ്ങിയ വിവിധ രാജ്യങ്ങളിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭക്ഷണത്തിന്റെ രീതിപരമായ ഉപഭോഗം അതിന്റെ പിറവിയെടുത്തു. ആരോഗ്യത്തിലും രോഗത്തിലും ഭക്ഷണത്തിന്റെ ഫലങ്ങളെക്കുറിച്ചുള്ള പഠനം ഡയറ്ററ്റിക്സ് എന്നറിയപ്പെടുന്നു. ഈ ശാസ്ത്രത്തിന്റെ തുടക്കം അനേകായിരം വർഷങ്ങൾ പഴക്കമുള്ളതാണ്. ഒരുപക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ജാവ മനുഷ്യന്റെയും ഗുഹകളിൽ താമസിച്ചിരുന്ന ചരിത്രാതീത മനുഷ്യന്റെയും കാലം മുതൽ. എന്നിരുന്നാലും വർഷങ്ങൾ പഴക്കമുള്ള അരിഗ്നേഷ്യൻ മന്ത്രവാദിനിയുടെ പൈരനീസിലെ ട്രോയിസ് ഫ്രെയർസ് ഗുഹകളുടെ ചുമരിലെ ചിത്രവും ഫറവോന്റെ കൊട്ടാര വൈദ്യന്മാരായ സെഖാത്ത്, ഇംഹോട്ടെപ്പ് മുതലായവർ നിലനിന്നിരുന്നതും ഈജിപ്തുകാർക്ക് മരുന്നുകളും ഭക്ഷണക്രമവും ഉപയോഗിച്ച് രോഗങ്ങളെ ചികിത്സിക്കാൻ താൽപ്പര്യമുണ്ടായിരുന്നുവെന്ന് തെളിയിക്കുന്നു. 5000 വർഷങ്ങൾക്ക് മുമ്പ് മെസൊപ്പൊട്ടേമിയക്കാരും ചൈനക്കാരും ഏകദേശം 4000 വർഷങ്ങൾക്ക് മുമ്പ് പഴങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, പൂക്കൾ, വെളുത്തുള്ളി, റോസാപ്പൂവ്, പുളി, ഓട്സ്, ധാതുക്കൾ, മൃഗങ്ങൾ എന്നിവ ഉപയോഗിച്ച് വൈദ്യശാസ്ത്രം പരിശീലിച്ചിരുന്നു. 5000 മുതൽ 8000 വർഷം വരെ പഴക്കമുള്ളതായി വിശ്വസിക്കപ്പെടുന്ന വേദങ്ങൾ പോലും ഇങ്ങനെ പറയുന്നു. പ്രാണമൃതാമന്നം ലോകോഭിധാവതി. വർണ്ണ പ്രസാദ സൗശ്വര്യ ജീവിതം പ്രതിഭാസുഖം. തുഷ്ടി പുഷ്ടിർബലം മേഘാ സർവമന്നേ പ്രതിഷ്ഠിതം. ചരക സംഹിത വാല്യം 2. എല്ലാ ജീവജാലങ്ങളുടെയും ജീവിതം ഭക്ഷണമാണ്. ലോകം മുഴുവൻ ഭക്ഷണം തേടുന്നു. നിറം, വ്യക്തത, നല്ല ശബ്ദം, ദീർഘായുസ്, ധാരണ, സന്തോഷം, സംതൃപ്തി, വളർച്ച, ബുദ്ധി തുടങ്ങിയവയെല്ലാം ഭക്ഷണത്തിലാണ്.